ഹായ് ഹലോ നമസ്കാരം. ഏവർക്കും എൻ്റെ ചാനലിലേക്കും എൻ്റെ വീഡിയോയിലേക്കും വീണ്ടും 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 സ്വാഗതം. കുറേ കാലത്തിന് ശേഷം ഒരു ഗംഭീരൻ ഇമോഷണൽ ആക്ഷൻ ത്രില്ലർ എങ്ങനെ 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 വാർഫെയർ മൂവി കണ്ടിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, എ ബിഗ് ബഡ്ജറ്റ് മൂവി ബൈ ഹൃതിക് റോഷൻ, ദീപിക പദുക്കോൺ ആൻഡ് അനിൽ കപൂർ. സ്വാഭാവികമായിട്ട് ഞാൻ കുറെ നാളായി നല്ലൊരു ഹിന്ദി പടം, ആനിമൽ, ഓക്കെ, അതൊരു ഭയങ്കര എന്താ പറയാ, ലോജിക്കൊന്നുമില്ല, ചുമ്മാ ആക്ഷൻ നല്ല രീതിയിൽ ഈ പറയുന്ന പോലെ കുറെ പീരങ്കി ഏതാണ്ടൊക്കെ വെച്ച് വെടിവെപ്പ് ത്രില്ലർ അതൊക്കെ എന്തൊക്കെയോ സംതിങ് കാണിക്കുന്നു. പക്ഷെ ലോജിക്കും ഇമോഷൻസും സ്റ്റോറിയും ട്രൂ സ്റ്റോറിയും ഒക്കെ ചേർന്നൊരു മൂവി എനിക്കൊന്ന് കുറെ കാലത്തിന് ശേഷമാണ് ഞാൻ കാണുന്നത്. പ്രത്യേകിച്ചും ഹൃതിക് റോഷൻ, ദീപിക പദുക്കോൺ ടീം, അനിൽ കപൂർ, ഇവരുടെയൊക്കെ സിംഗിൾ മൂവീസ് ഇറങ്ങുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഈ ഒരു ട്രയോ വെച്ചിട്ട് ഇതിന്റെ സംവിധായകൻ സിദ്ധാർത്ഥ് ആനന്ദ്, അതുപോലെ ഇതിന്റെ സ്റ്റോറി സ്ക്രീൻ പ്ലേ ബൈ റാമോൻ ചിബ്, ഇവർക്കൊക്കെ സൂപ്പർ ഹാറ്റ്സ് ഓഫ് ആണ്. അതായത് കുറെ കാലത്തിന് ശേഷം എന്നെ കരയിപ്പിച്ച ഒരു ഹിന്ദി മൂവി. ഓഫ് കോഴ്സ് നമുക്കൊക്കെ പേട്രിയോട്ടിസം ഉള്ളവരാണല്ലേ, വാർഫെയർ മൂവീസ് ഒക്കെ കാണും. നമുക്ക് ഭയങ്കരമായിട്ടത് നമ്മളെ ഈ ഒക്കെ പോലെ അല്ലെ ഒരുപാട് നമ്മൾ ചെയ്യാറുണ്ട്. ബ്രിട്ടീഷ് മൂവീസ് കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ ആയിട്ട് സംബന്ധിച്ച മൂവികളൊക്കെ കാണുമ്പോൾ നല്ല സ്ക്രീൻ പ്ലേ കൂടെ ആണെങ്കിൽ നമ്മളെ വല്ലാതെ കരയിക്കും. ഇത് ശരിക്കും പറഞ്ഞാൽ എ ട്രൂ ഇന്ത്യൻ എയർഫോഴ്സ് മൂവി. ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്ന് എയർഫോഴ്സ് ഫാമിലി ഫുള്ളും ഇത് പോയി കാണുന്നത് ഭയങ്കര വർത്ത. എയർഫോഴ്സ് ഫാമിലി മാത്രമല്ല, എനിക്കൊക്കെ ഒരുപാട് പരിചയത്തിലുള്ള എയർഫോഴ്സിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ ഫാമിലിയിലുണ്ട്, നമുക്ക് പരിചയത്തിലുള്ളവരുണ്ട്. അവരുടെയൊക്കെ ഒരു റിയൽ സ്റ്റോറിയാണ്. പിന്നെ ഇന്ത്യയിലെ എനിക്കൊന്ന് റെഫറൻസ് ടു പുൽവാമ, അങ്ങനെ കുറെ നമ്മുടെ ഈ ഇടയ്ക്ക് നടന്ന റീസെന്റ് ആക്രമണങ്ങളും ഒക്കെ ആയിട്ട് ഇത് കണക്റ്റഡ് ആണ്. അതിനെയൊക്കെ ഇവരത് ഇതിനകത്ത് എൻക്രിപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നന്നായിട്ട് ഫൈറ്റിംഗ് സീൻസ് ഒക്കെ എന്താ പറയാ, ரொம்ப പ്രമാദം, ബഹു തച്ചാ ഹെ ഹിന്ദി പറയുവാണെങ്കിൽ. അതുക്ക് മേലെ സൂപ്പറായിട്ട് ഫൈറ്റിംഗ് സീൻ നമ്മൾ ഒറിജിനലി ഹൃതിക് റോഷനും ദീപികയും അനിൽ കപൂറും അതിന്റെ ഇവരുടെ കോ സ്റ്റാർസ് ഒക്കെ ഫൈറ്റ് ചെയ്യാണെന്ന് തോന്നുന്നില്ല. ഒരു തരത്തിൽ നമുക്ക് VFX ഒന്നും ഫീൽ ചെയ്യാത്ത തരത്തിലാണ് അവര് ഒറിജിനലി ചെയ്തു വെച്ചിരിക്കുന്നത്. നമ്മൾ പിന്നെ 3D ആണ്, ഞാൻ 3D ആണ് കണ്ടത്, 2D അല്ല. 3D തന്നെ കാണുക, തിയേറ്റർ മസ്റ്റ് വാച്ച് തിയേറ്റർ ആണ്. കാരണം നമ്മുടെ ഈ ഫൈറ്റർ പ്ലെയിൻസ് ഒക്കെ ആ പേര് അന്വർത്ഥമാക്കുന്ന പോലെ ഫൈറ്റർ പ്ലെയിൻസ് ആണ് ഇതിനകത്ത്, ഫുൾ എയർഫോഴ്സ് ആണ്, എയർഫോഴ്സിന്റെ സ്റ്റോറിയാണ്. സോ അത് നമ്മുടെ കണ്ണുകളിലേക്ക് ഇങ്ങനെ ഒന്ന് ഇടിച്ചു കയറുന്നിടക്ക് നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ ഓരോ ഡയലോഗ്സ്, ആവശ്യത്തിൽ കൂടുതൽ ഇമോഷൻസ്, ആവശ്യത്തിന് റൊമാൻസ്, വികാരങ്ങൾ, റൊമാൻസ് എന്ന് പറയാനും പറ്റില്ല, ഒരു വികാര തരളിതം, അതുപോലെ ഒരു പട്ടാളക്കാരൻ അനുഭവിക്കുന്ന ഒരു എന്തൊക്കെയോ സ്ട്രഗിൾസ്, അതൊക്കെ ഹൃതിക്കും അതിലുള്ള എല്ലാവരും മനോഹരം. പ്രത്യേകിച്ച് ഇതിനകത്ത് സ്റ്റാർ ശരിക്കും ഓൾ ത്രൂ ഹൃതിക്ക് തന്നെയാണ് കൊണ്ടുപോയിരിക്കുന്നത്. നല്ലൊരു ഗംഭീര ആക്ടർ ആകട്ടെ, ഒന്നും പറയാനില്ല. പണ്ട് തൊട്ടേ എനിക്ക് ഇഷ്ടമുള്ളൊരു ആക്ടർ ആയിരുന്നു. ആദ്യകാലത്ത് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു പുള്ളി, ആക്ടിംഗ് ഇല്ലെന്ന് വിചാരിച്ചു. പക്ഷെ പിന്നീട് പുള്ളി തെളിഞ്ഞു. കിട്ടുന്ന ഓരോ കഥാപാത്രങ്ങളും പുള്ളി അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ചെയ്യുന്നത്. അത് ഈ ഫൈറ്ററിലും ശരിക്കും ചെയ്തിട്ടുണ്ട് പുള്ളി ഏതെല്ലാം കഥാപാത്രങ്ങൾ ചെയ്തു നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. പുള്ളി ഒന്ന് പഠിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും. ഒരുപാട് ഗ്യാപ്പ് ഇട്ടായിരിക്കും ഓരോ മൂവിക്കും പുള്ളി വരുന്നത്, പക്ഷെ അത്രയും എന്താ എഫേർട്ട് എടുത്തിട്ടുള്ള പുള്ളി. അത് ബോഡി വൈസ് ആവുക, അല്ലെങ്കിൽ അതിന്റെ ക്യാരക്ടർ വൈസ് ആയാലും പുള്ളി അങ്ങനെ എഫേർട്ട് എടുത്തിട്ടാണ്. പിന്നെ ദീപിയെ കുറിച്ചൊന്നും പറയാനില്ല, ഏത് ക്യാരക്ടർ കൊടുത്താലും ഗംഭീരമാക്കുന്ന മൈ പേഴ്സണൽ ഫേവറേറ്റ് ടു ഹർ. സോ ഹാറ്റ്സ് ഓഫ് ടു ഹൃതിക് റോഷൻ, ദീപിക, അനിൽ കപൂർ ആൻഡ് ഓൾ ദ കോ സ്റ്റാർസ്. അതുപോലെ ഇതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്ന സാൻഷിദ് ബൽഹാര ആൻഡ് അങ്കിത് ബൽഹാര. അതുപോലെ സോങ്സ് വിശാൽ ശേഖർ ആണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ എന്താ പറയാ, എഡിറ്റിങ്ങും ആരിഫ് ഷെയ്ഖ്, അതും പറയാതിരിക്കാൻ വയ്യ. അതിനകത്ത് എഡിറ്റിംഗ് ഒക്കെ ഒരു രക്ഷയില്ല കേട്ടോ. അതായത് ഒരു സൂപ്പർ മൂവി, എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു ട്രൂ പേട്രിയോട്ട് എയർഫോഴ്സ് മൂവി എന്ന് വേണമെങ്കിൽ, ട്രൂ പേട്രിയോട്ട് മൂവി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇന്ത്യൻ മൂവി, നമ്മൾക്ക് ശരിക്കും പട്ടാള മൂവികളും നമുക്ക് എപ്പോഴും ഒരു ഫീൽ ആണല്ലേ, അത് ശരിക്കും അവരത് അന്വർത്ഥമാക്കി കളഞ്ഞു. അതുപോലെ തന്നെ സൂപ്പർ ഫൈറ്റർ മൂവിയാണ്. നമ്മളെ ഓരോ മൊമെന്റും കടന്നു പോകുന്ന എങ്ങനെ അറിയാൻ പറ്റാത്ത രീതിയിൽ നമ്മളെ കഞ്ചികം അണിയിച്ച് കൊണ്ടുപോകുന്ന എ ബ്യൂട്ടിഫുൾ ഫൈറ്റർ എയർഫോഴ്സ് ഇന്ത്യൻ പേട്രിയോട്ട് ഫിലിം ബൈ ഓൾ. ഹൃതിക് റോഷൻ മാത്രമല്ല, എല്ലാവരും. അതിലൊരു സൂപ്പർ മൂവിയാണ്. സബ് ടൈറ്റിൽ അവൈലബിൾ ആണ്. നല്ല തിയേറ്ററുകളിൽ പോയി കാണുക, നല്ല രീതിയിൽ എൻജോയ് ചെയ്യുക. ഓക്കെ, കണ്ണാടിയൊക്കെ കിട്ടും. സോ 3D തന്നെ വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ വീണ്ടും അടുത്തൊരു മൂവി ആയിട്ട് വരുന്നവരെ ചച്ചാ, ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.